റോസ് സ്റ്റഡി വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയിലെ ആനുകാലിക വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ വീഡിയോയ്ക്ക് 2 ഭാഗങ്ങളുണ്ട്. ഫസ്റ്റ് പാർട്ടിൽ ഏകദേശം 50-ലധികം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഭാഗത്തിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കോമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായി രേഖപ്പെടുത്തുക. അപ്പോൾ അതിനനുസരിച്ചുള്ള വീഡിയോ തയ്യാറാക്കാൻ സാധിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് അനുസരിച്ച് 2025 ഇന്ത്യയുടെ റാങ്ക് എത്ര? 85. ഏഷ്യയിലെ പ്രധാനപ്പെട്ട എയ്റോസ്പേസ് എക്സിബിഷനായ എയ്റോ ഇന്ത്യ 2025 നടക്കുന്ന നഗരം ബംഗളൂരു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണർ സഞ്ജയ് മൽഹോത്ര. ഐക്യരാഷ്ട്ര സംഘടനയുടെ 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ. അടുത്തിടെ അന്തരിച്ച SM കൃഷ്ണ കേന്ദ്രമന്ത്രിസഭയിൽ ഏത് വകുപ്പിൻ്റെ ചുമതലയാണ് വഹിച്ചിരുന്നത്? വിദേശകാര്യം. ബോളിവുഡിലെ ഒരു വിഖ്യാത നടൻ്റെയും ഒരു ഗായകൻ്റെയും ജന്മശതാബ്ദി 2024 ഡിസംബറിൽ ആഘോഷിച്ചിരുന്നു. ആരൊക്കെയാണവർ? രാജ് കപൂർ, മുഹമ്മദ് റഫി. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 200 വിക്കറ്റുകൾ നേടിയ ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറ. ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് 2025 എവിടെയാണ് സംഘടിപ്പിക്കുന്നത്? ലഡാക്ക്. ദേശീയ മഞ്ഞൾ ബോർഡ് നാഷണൽ ടർമറിക് ബോർഡ് നിലവിൽ വന്നത് എവിടെ? നിസാമാബാദ്. ഏകദിന ക്രിക്കറ്റിലെ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സ്കോർ ഈയിടെ ഇന്ത്യൻ വനിതാ ടീം സ്വന്തമാക്കി. അവർ നേടിയ റെക്കോർഡ് സ്കോർ എത്ര? 435. MD വാസുദേവൻ നായർ ഉൾപ്പെടെ എത്ര പേർക്കാണ് 2025 പത്മവിഭൂഷൺ ലഭിച്ചത്? 7 പേർക്ക്. രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഏത് സ്വാതന്ത്ര്യസമര നേതാവിൻ്റെ 128ാം ജന്മവാർഷികമായിരുന്നു 2025 ജനുവരി 23? നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ലോക വനിതാ റാപ്പിഡ് ചെസ് കിരീടം നേടിയ ഇന്ത്യൻ താരം കൊനേരു ഹംപി. 2024 നവംബർ 25 മുതൽ ഡിസംബർ 13 വരെ സിംഗപ്പൂരിൽ നടന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ചൈനീസ് താരം ഡിങ് ലിറനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ഗുകേഷ് ദമ്മരാജു ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത്. 2025 ടാറ്റ സ്റ്റീൽ ചെസ് ടൂർണമെൻറ്റിൽ ലോക ചാമ്പ്യൻ ഗുകേഷ് ദമ്മരാജുവിനെ തോൽപ്പിച്ചതാര്? ആർ പ്രജ്ഞാനന്ദ. 2024 ഡിസംബർ 26 അന്തരിച്ച ഡോക്ടർ മൻമോഹൻ സിംഗ് ഏതു കാലത്താണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നത്? 2004 മുതൽ 2014 വരെ. സൈബർ സുരക്ഷയ്ക്കായി ടെലികോം മന്ത്രാലയം ഈയിടെ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ സഞ്ചാർ സാഥി. ഇന്ത്യയിൽ ഏത് തടാകത്തിലാണ് ഈയിടെ ഡോൾഫിൻ സെൻസസിന് തുടക്കമിട്ടത്? ചിൽക്ക തടാകം, ഒഡീഷ. മഹാകുംഭമേള പ്രമാണിച്ച് ഓൾ ഇന്ത്യ റേഡിയോ ആരംഭിച്ച FM ചാനൽ കുംഭവാണി. ആദ്യത്തെ ഖോ ലോകകപ്പ് നടന്ന രാജ്യം ഇന്ത്യ. ലോകാരോഗ്യ സംഘടനയുടെ 2024 നെൽസൺ മണ്ടേല അവാർഡ് ഫോർ ഹെൽത്ത് പ്രൊമോഷൻ നേടിയ ഇന്ത്യയിലെ സ്ഥാപനമേത്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ്, നിംഹാൻസ്, ബംഗളൂരു. ഡിജിറ്റൽ പേയ്മെൻറ്റുകൾക്കായി ഇന്ത്യയുടെ UPI സംവിധാനം സ്വീകരിച്ച ആദ്യത്തെ തെക്കേ അമേരിക്കൻ രാജ്യം പെറു. ISROയും ഫ്രഞ്ച് സ്പേസ് ഏജൻസിയും ചേർന്ന് നിർമ്മിക്കുന്ന ഉപഗ്രഹത്തിൻ്റെ പേര് തൃഷ്ണ. രാജ്യാന്തര പ്രാധാന്യമുള്ള തണ്ണീർത്തടങ്ങളായി 2024 പ്രഖ്യാപിച്ച നാഗി നക്തി പക്ഷി സങ്കേതങ്ങൾ ഏത് സംസ്ഥാനത്താണ്? ബീഹാർ. 2024 ജൂണിൽ ഇന്ത്യൻ സായുധ സേനയുടെ ഭാഗമായ നാഗാസ്ത്ര 1 ഏതുതരം ഉപകരണമാണ്? ഡ്രോൺ. കുനോ ദേശീയോദ്യാനത്തിനു ശേഷം ചീറ്റകളെ താമസിപ്പിക്കാനായി
തിരഞ്ഞെടുത്ത മധ്യപ്രദേശിലെ രണ്ടാമത്തെ വന്യജീവി സങ്കേതം ഏത്? ഗാന്ധിസാഗർ വന്യജീവി സങ്കേതം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഉത്സവമാണ് കുംഭമേള. പ്രയാഗ്രാജ്, ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക് എന്നിവിടങ്ങളിലാണ് ഇത് നടക്കുക. 12 പൂർണ്ണ കുംഭമേളയ്ക്ക് ശേഷം 144 വർഷത്തിൽ ഒരിക്കലാണ് മഹാകുംഭമേള നടക്കുക. കേന്ദ്ര ഗവൺമെൻറ് 2024 നിർമ്മാണത്തിന് അനുമതി നൽകിയ പുതിയ വൻകിട തുറമുഖമായ ബദവാൻ ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. വേൾഡ് ക്രാഫ്റ്റ്സ് കൗൺസിൽ 2024 വേൾഡ് ക്രാഫ്റ്റ് സിറ്റി പദവി നൽകിയ ഇന്ത്യയിലെ നഗരമേത്? ശ്രീനഗർ. ഏഷ്യൻ കിങ് കഴുകന്മാർക്ക് വേണ്ടിയുള്ള ലോകത്തിലെ ആദ്യത്തെ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നതെവിടെ? ഉത്തർപ്രദേശ്. കാട്ടുതീ മുൻകൂട്ടി കണ്ടെത്തി തടയുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫയർ ഡിറ്റക്ഷൻ സിസ്റ്റം ആരംഭിച്ച ഇന്ത്യയിലെ വന്യജീവി സങ്കേതം ഏത്? പെഞ്ച് കടുവ സങ്കേതം, മഹാരാഷ്ട്ര. കപ്പലുകൾക്കും അന്തർവാഹിനികൾക്കും ഭീഷണിയായ ബോംബുകളെ നിർവീര്യമാക്കാൻ കഴിയുന്ന ഇന്ത്യയുടെ അഡ്വാൻസ്ഡ് ടോർപിഡോ പ്രതിരോധ സംവിധാനം ഏത്? മാരീജ്. ദൂരദർശൻ്റെ DD കിസാൻ ചാനലിൽ അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അവതാരകർ ആരെല്ലാം? AI കൃഷ്, AI ഭൂമി. 18ാം ലോകസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക വ്യക്തി ആര്? മുകേഷ് ദലാൽ, സൂറത്ത് മണ്ഡലം. 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ച പെൺകുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായി മാസം തോറും 1000 രൂപ ധനസഹായം നൽകുന്ന തമിഴ്നാട് സർക്കാരിൻ്റെ സ്കീം ഏത്? പുതുമൈ പെൺ. ഇന്ത്യയിലെ ആദ്യത്തെ നഗര പൊതുഗതാഗത റോപ്പ് വേ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എവിടെ? വാരണാസിയിൽ. സ്ത്രീകൾക്ക് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാനുള്ള റെയിൽവേയുടെ പരിപാടി ഏത്? മേരി സഹേലി. വന്യജീവികളുടെ സമ്പൂർണ്ണ ലിസ്റ്റ് തയ്യാറാക്കിയ ആദ്യ രാജ്യമേത്? ഇന്ത്യ. കഠിനമായ ഭൂപ്രദേശങ്ങളിലും ഉയരം കൂടിയ സ്ഥലങ്ങളിലും മികച്ച രീതിയിൽ ഉപയോഗിക്കാനായി DRDO വികസിപ്പിച്ച യുദ്ധ ടാങ്ക്? സൊരാവർ. ലോകത്ത് ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലമാണ് ജമ്മു കാശ്മീരിലെ ചെനാബ് നദിക്ക് കുറുകെയുള്ള പാലം. 2024 ഇതുവഴി വിജയകരമായി തീവണ്ടി ഓടുകയും ചെയ്തു. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച ധനകാര്യമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? ബീഹാർ. ലഹരി വസ്തുക്കളുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ ഹെൽപ്പ് ലൈൻ ഏത്? മനസ്. 2024 ഒളിമ്പിക് ഓർഡർ ബഹുമതി നൽകി ആദരിച്ച ഇന്ത്യൻ കായിക താരം? അഭിനവ് ബിന്ദ്ര. 2024 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 105. BSNLൻ്റെ പുതിയ ടാഗ് ലൈൻ കണക്റ്റിംഗ് ഭാരത്. ദേശ് കാ വല്ലഭ് എന്ന് പേരിട്ടിരിക്കുന്ന സർദാർ വല്ലഭായ് പട്ടേൽ പ്രതിമ സ്ഥാപിച്ച സ്ഥലം? തവാങ്, അരുണാചൽ പ്രദേശ്. കാർഗിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സൈനികരോടുള്ള ആദരസൂചകമായി ഇന്ത്യൻ സേന നിർമ്മിച്ച യുദ്ധസ്മാരകമാണ് ഖലൂബർ യുദ്ധസ്മാരകം. ലഡാക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഗവൺമെൻറ് ജോലികളിൽ സ്ത്രീകൾക്ക് 35% സംവരണം നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം? മധ്യപ്രദേശ്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൻ്റെ ബാലറ്റ് പേപ്പറിൽ ഉൾപ്പെട്ട ഒരു ഇന്ത്യൻ ഭാഷ? ബംഗാളി. രാജ്യാന്തര T20 മത്സരങ്ങളിൽ തുടർച്ചയായി 2 സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ താരം? സഞ്ജു സാംസൺ. ഏത് വിഖ്യാത ഗോത്ര നേതാവിൻ്റെ 150ാം ജന്മവാർഷികമാണ് 2024 ആഘോഷിച്ചത്? ബിർസ മുണ്ട. ഇന്ത്യയിലെ ആദ്യത്തെ മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന ഓൺലൈൻ കോടതി ആരംഭിച്ചതെവിടെ? കൊല്ലത്ത്. 2024 50 വയസ്സ് പൂർത്തിയാക്കിയ ഇന്ത്യൻ സ്റ്റേഡിയം? വാങ്കഡെ സ്റ്റേഡിയം. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ഏത് പേരിൽ അറിയപ്പെടുന്നു? നിഗം ബോധ് ഘട്ട്. 2024 ഡിസംബറിൽ അന്തരിച്ച വിഖ്യാത ഇന്ത്യൻ സംവിധായകൻ? ശ്യാം ബെനഗൽ.